ഇനി അർത്തമെറ്റിക് സീക്വൻസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഹൗ മെനി കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1 ഷുഡ് ബി ആഡഡ് ടു ഗെറ്റ് 300? 1 മുതലുള്ള തുടർച്ചയായ എണ്ണൽസംഖ്യകൾ എത്ര വരെ കൂട്ടിയാൽ 300 കിട്ടും? നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം 1, 2, 3, 4 എക്സെട്ര ലാസ്റ്റ് ടൈം n. സം is equal to 300. തുക is equal to 300. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കാണാനുള്ള ഫോർമുല നമുക്കറിയാം n/2 into 1 plus n. n/2 into first term plus last term is equal to 300. n into 1 plus n is equal to 300. ഡിവിഷൻ ടു മൾട്ടിപ്ലിക്കേഷൻ ആയി തീരുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. n into 1 n plus n into n. n squared is equal to 600. സ്ക്വയറുള്ള ടൈം ആദ്യം എഴുതാം. അപ്പോൾ n സ്ക്വയർഡ് പ്ലസ് n പ്ലസ് 600 ട്രാൻസ്ഫർ ചെയ്യാത്ത മൈനസ് 600 ആവുന്നു. ഈസ് ഈക്വൽ ടു 0. a is equal to 1, b is equal to 1, c is equal to negative 600. b squared minus 4c is equal to 1 squared minus 4 into 1 into negative 600 is equal to 1 into 1, 1, 18 negative, positive, 6 4s are 24, 2 zeros is equal to 2401. Now എഴുതാം b squared minus 4ac is greater than 0. 2 solutions. Solution x is equal to negative b plus or minus root b squared minus 4ac by 2a is equal to negative b1 ആണ് plus or minus root b squared minus 4ac 2401 divided by 2 into 1 is equal to negative 1 plus or minus 49 into 49 ആണ് 2401. അപ്പോൾ 2401 സ്ക്വയർ റൂട്ടാണ് 49 divided by 2. ഒരെണ്ണം പ്ലസിലും ഒരെണ്ണം മൈനസിലും എഴുതാം. negative 1 plus 49 by 2 negative 1 minus 49 by 2 is equal to 48 by 2. രണ്ട് നെഗറ്റീവ് ആണ്. പ്ലസ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ എഴുതുക. ബൈ 2 is equal to 24 negative 25. നമ്പർ ഓഫ് ടൈംസ് is equal to നമ്പർ എപ്പോഴും പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പദങ്ങളുടെ എണ്ണം 24 എന്ന് എഴുതാം. റെക്റ്റാങ്കിളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. In writing the equation to construct a rectangle of specified perimeter and area, the perimeter was wrongly written as 24 instead of 42. The length of a side was then computed as 10 meters. What is the area in the problem? What are the lengths of the sides of the rectangle in the correct problem? ഒരു ചതുരം നിർമ്മിക്കാനുള്ള പ്രശ്നത്തെ സമവാക്യമാക്കിയപ്പോൾ ചുറ്റളവ് 42 പകരം 24 എന്ന് തെറ്റായി എഴുതിപ്പോയി. ചതുരത്തിൻ്റെ ഒരു വശത്തിലെ നീളം 10 എന്ന് കിട്ടുകയും ചെയ്തു. പ്രശ്നത്തിലെ പരപ്പളവ് എത്രയാണ്? ശരിയായ പ്രശ്നത്തിലെ ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം എത്രയാണ്? റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 42 ആണ്. അത് എടുത്തെഴുതിയപ്പോൾ 24 എന്ന് തെറ്റായി എഴുതി. 24 ഇട്ട് ചെയ്തപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ലെങ്ത് 10 meters എന്ന് കിട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ഇവിടെ ലെങ്ത് 10 meters തന്നിരിക്കുന്നു. L is equal to 10 meters. പെരിമീറ്റർ 24. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ഫോർമുലയാണ് 2 into L plus B
is equal to 24. L plus B is equal to 24 by 2 is equal to 12. Length 10 ആണ്. അപ്പോൾ 10 plus B is equal to 12. Breadth is equal to 12 minus 10 is equal to 2. Area is equal to length into breadth is equal to length 10 meters into breadth 2 meters is equal to 20 meters square കിട്ടുന്നു. ഇനി നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ കറക്റ്റായിട്ടുള്ള പെരിമീറ്റർ 42 എന്ന് തന്നിട്ടുണ്ട്, അത് ഉപയോഗിച്ച് ചെയ്യാം. ലെങ്ത് ഈസ് ഈക്വൽ ടു എക്സ്, പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 42, 2 into L plus B is equal to 42. L plus B is equal to 42 by 2 is equal to 21. Length x ആണ്, അപ്പോൾ x plus b is equal to 21. Breadth is equal to 21 minus x. ഏരിയ 20 അത് നമുക്കറിയാം. ഏരിയ ഈസ് ഈക്വൽ ടു 20. L into B is equal to 20. Length x into breadth 21 minus x is equal to 20. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 21 into x, 21x minus x into x, x squared is equal to 20. x squared ആദ്യം എഴുതാം. അപ്പോൾ നെഗറ്റീവ് എക്സ് സ്ക്വയർഡ്, എക്സ് ഉള്ള ടൈം പ്ലസ് 21x പ്ലസ് 20 ട്രാൻസ്ഫർ ചെയ്യാൻ നേരത്ത് നെഗറ്റീവ് 20 എന്ന് കിട്ടുന്നു, ഈസ് ഈക്വൽ ടു 0. എക്സ് സ്ക്വയറിന് മുമ്പിൽ നെഗറ്റീവ് വന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഓരോ ടേമിൻ്റെയും സൈൻ ചേഞ്ച് ചെയ്യാം. നെഗറ്റീവ് എക്സ് സ്ക്വയർഡ് പോസിറ്റീവ് എക്സ് സ്ക്വയർഡ് ആയിത്തീരും. പോസിറ്റീവ് 21x നെഗറ്റീവ് 21x ആയിത്തീരും. നെഗറ്റീവ് 20 പോസിറ്റീവ് 20 ആയിത്തീരുന്നു. എക്സ് സ്ക്വയർഡ് മൈനസ് 21x പ്ലസ് 20 ഈസ് ഈക്വൽ ടു 0. എ ഈസ് ഈക്വൽ ടു 1, b ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 21, c ഈസ് ഈക്വൽ ടു 20. b squared minus 4ac is equal to b negative 21, negative 21 the whole squared minus 4 into 1 into 20 is equal to negative 21 into negative 21. Positive 441 minus 4 into 20, 80 is equal to 361. b squared minus 4ac is greater than 0. Two solutions. Solution x is equal to negative b plus or minus root of b squared minus 4ac by 2a is equal to negative എഴുതാം b negative 21 plus or minus root b squared minus 4ac 361 by 2 into 1 is equal to negative positive 21 plus or minus 361 എന്ന് പറഞ്ഞാൽ 19 into 19 ആണ്. അപ്പോൾ 361ൻ്റെ സ്ക്വയർ റൂട്ട് 19 by 2. ഒരെണ്ണം പ്ലസിലും ഒരെണ്ണം മൈനസിലും എഴുതാം. 21 plus 19 by 2, 21 minus 19 by 2 is equal to 40 by 2, 2 by 2 is equal to 21. നമുക്ക് എഴുതാം. ലെങ്ത് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു 20 meters, breadth is equal to 21 minus x is equal to 21 minus 20 is equal to 1 meter. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ കോപ്പിയിങ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ടു സോൾവ് ഇറ്റ്, ദ ടേം വിത്തൗട്ട് എക്സ് വാസ് റിട്ടൺ ആസ് 24 ഇൻസ്റ്റെഡ് ഓഫ് നെഗറ്റീവ് 24. ദ ആൻസേഴ്സ് ഫൗണ്ട് വെയർ 4 and 6. വാട്ട് ആർ ദി ആൻസേഴ്സ് ഓഫ് ദി കറക്റ്റ് പ്രോബ്ലം? ഒരു രണ്ടാംകൃതി സമവാക്യം പകർത്തി എഴുതിയപ്പോൾ എക്സ് ഇല്ലാത്ത സംഖ്യ നെഗറ്റീവ് 24ന് പകരം 24 എന്നെഴുതിപ്പോയി. ഉത്തരം കിട്ടിയത് 4, 6. ശരിയായ പ്രശ്നത്തിൻ്റെ ഉത്തരം എന്തൊക്കെയാണ്? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടിയ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 21x പ്ലസ് 20 ഇസ് ഈക്വൽ ടു 0 ആണ്. ഇതിൻ്റെ സൊല്യൂഷൻസ് 20 and 1 എന്നും കിട്ടി. ഇനി സൊല്യൂഷൻസ് തന്നാൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. സൊല്യൂഷൻസ് 20 and 1. ആദ്യം സൊല്യൂഷൻസിന്റെ സം, അതായത് തുക കാണുക. സം ഇസ് ഈക്വൽ ടു
20 plus 1 is equal to 21. തുകയായ പോസിറ്റീവ് 21ന്റെ വിപരീതമായ നെഗറ്റീവ് 21 ആയിരിക്കും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ എക്സിന്റെ കോഎഫിഷ്യന്റ്. ഇനി സൊല്യൂഷൻസിന്റെ പ്രോഡക്റ്റ് അതായത് ഗുണനഫലം കാണാം. പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു 20 into 1 is equal to 20. ഈ പ്രോഡക്റ്റ് ആയ പോസിറ്റീവ് 20 ആയിരിക്കും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ എക്സ് ഇല്ലാത്ത ടേം. അങ്ങനെ സൊല്യൂഷൻസ് തന്നാൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എഴുതുവാൻ എക്സ് സ്ക്വയർ മൈനസ് സം ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ സൊല്യൂഷൻസ് 4 and 6 എന്ന് തന്നിരിക്കുന്നു. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കണ്ടുപിടിച്ച് നോക്കാം. സൊല്യൂഷൻ 4 and 6. സം ഇസ് ഈക്വൽ ടു 4 plus 6 is equal to 10. Product 4 into 6 is equal to 24. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എഴുതി നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് സം ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു 0. അതായത് എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 24 ഇസ് ഈക്വൽ ടു 0. ഇതുപോലെ ഈ ചാപ്റ്ററിൽ പഠിച്ച ഓരോ ക്വസ്റ്റ്യനിലും കിട്ടിയ സൊല്യൂഷൻസ് ഉപയോഗിച്ച് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എഴുതി നോക്കാൻ മറക്കല്ലേ. ഈ ക്വസ്റ്റ്യനിൽ സൊല്യൂഷൻ 4 and 6 തന്നിരിക്കുന്നു. സം ഈസ് ഈക്വൽ ടു തുക ഈസ് ഈക്വൽ ടു 4 plus 6 ഈസ് ഈക്വൽ ടു 10. പ്രോഡക്റ്റ് ഗുണഫലം ഈസ് ഈക്വൽ ടു 4 into 6 ഈസ് ഈക്വൽ ടു 24. ഇക്വേഷൻ എഴുതാം. എക്സ് സ്ക്വയർഡ് മൈനസ് സം ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു 0. x squared minus sum 10x plus product 24 is equal to 0. ഇത് തെറ്റായ ഇക്വേഷനാണ്. കറക്റ്റ് ഇക്വേഷൻ ശരിയായ ഇക്വേഷൻ എക്സ് സ്ക്വയർഡ് മൈനസ് 24x മൈനസ് 24 ഈസ് ഈക്വൽ ടു 0. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് -24 പകരം 24 എഴുതിയെന്നാണ് പറയുന്നത്. ഇനി സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് എ ബി സി കണ്ടുപിടിക്കാം. എ ഈസ് ഈക്വൽ ടു 1, B is equal to -10, C is equal to -24. B squared minus 4C is equal to -10 the all squared minus 4 into 1 into -24 is equal to -10 into -10. So 100 negative into negative positive 24 into 4 96 പ്ലസ് ചെയ്യുമ്പോൾ 196 കിട്ടുന്നു. ബി സ്ക്വയർ മൈനസ് 4ac ഈസ് ഗ്രേറ്റർ ദാൻ 0. 2 സൊല്യൂഷൻസ്. സൊല്യൂഷൻ എക്സ് ഈസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a ഈസ് ഈക്വൽ ടു -b -10 പ്ലസ് ഓർ മൈനസ് root of b square minus 4ac 196 divided by 2 into 1 is equal to negative into -10 positive 10 plus or minus root of 196 14 into 14 ആണ് 196 196ൻ്റെ സ്ക്വയർ റൂട്ടാണ് 14 by 2. ഒരെണ്ണം പ്ലസിലും ഒരെണ്ണം മൈനസിലും എഴുതാം. is equal to 24 by 2. 94 by 2 is equal to 1292. Answers to the correct problem is equal to 12 or 92.